പെറ്റ് ഹോസ്പിറ്റലിനെതിരെ പരാതിയുമായി സംവിധായകൻ നാദിർ ഷാ. എറണാകുളം പെറ്റ് ഹോസ്പിറ്റൽ എന്ന സ്ഥാപനത്തിനെതിരെ കുളിപ്പിക്കാൻ നൽകിയ പൂച്ചയെ കൊന്നുവെന്നാണ് പരാതി. ഇത് സംബന്ധിച്ച് നാദിർ ഷാ പാലാരിവട്ടം പോലീസിൽ പരാതി നൽകി. നമ്മൾ ഇതിനെ ഗ്രൂം ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലത്താണ് ഗ്രൂം ചെയ്യുന്നത്. ഗ്രൂം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇതിനൊന്ന് സഡേറ്റ് ചെയ്യും. ഈ സഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പെറ്റ് ഹോസ്പിറ്റലിൽ ചെന്നത്. ഇത് കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ക്യാറ്റ് ആയതിന്റെ പേരിൽ ഇവനെ ക്ലീൻ ആയിട്ട് എല്ലാം വർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് സഡേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാറ്. അപ്പൊ 3-4 പ്രാവശ്യം നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ഈ പെറ്റ് ഹോസ്പിറ്റലിൽ എറണാകുളം പെറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാമംഗലത്തുള്ള. അപ്പോ ഈ തവണ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഗ്രൂം ചെയ്യാൻ നിങ്ങൾ പുറത്തൊന്നും പോകണ്ട, നമ്മൾ തന്നെ ഗ്രൂം ചെയ്തോളാം എന്ന് പറഞ്ഞു 2 പിള്ളേര്. അമ്മമാര് പറഞ്ഞു. അപ്പൊ എന്റെ മോള് പറഞ്ഞു അതില് വേറെ സ്ഥലത്ത് ഞങ്ങൾ ഗ്രൂം ചെയ്തോളാം, ഇവിടെ നിന്ന് സഡേറ്റ് ചെയ്ത് തന്നോ മതി എന്ന് പറഞ്ഞു. അവർ പറഞ്ഞില്ല, ഞങ്ങൾ ഇതിനേക്കാളും എടുത്തിനെ ഞങ്ങൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് അവര് ഈ ക്യാറ്റിന്റെ കഴുത്തിൽ കുരുക്കിട്ടിട്ട് വലിച്ചുകൊണ്ട് വന്നതാണ്. കാരണം അത് റിയാക്ട് ചെയ്യും എന്നുള്ളതിന്റെ പേരിൽ തന്നെയാണ്. അവർക്ക് എടുക്കാനൊന്നും പറ്റൂല. അതിന്റെ പേരിൽ അവര് അതിന്റെ കഴുത്തിൽ കെട്ടി വലിച്ചേക്കുന്നതാ മോള്. അപ്പൊ അത് കെട്ടി വലിക്കണ കണ്ടപ്പോ തന്നെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അത് അതിന് കൊണ്ടുപോകില്ല, ഞങ്ങൾ തന്നേക്കെന്ന് പറഞ്ഞിട്ട് അവര് ഇല്ല ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. പിന്നെ അതിന്റെ ബോഡിയാണ് തിരിച്ചു കൊടുക്കുന്നത്. അവര് പറഞ്ഞത് ഞങ്ങൾ അനസ്തേഷ്യ കൊടുത്തു, ഇത് സെഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവര് തിരിച്ചു കൊണ്ടുവന്നതല്ലേ. അത് 100% ഉറപ്പാണ് അതിനെ കൊന്നവര്. നമ്മള് വീട്ടിലൊരു അംഗം പോയ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. മരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞു, അയ്യോ ഈ ബഹളമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോ പറഞ്ഞു, അയ്യോ നാദർഷയുടെ ക്യാറ്റാന്ന് അറിഞ്ഞില്ല എന്ന്. ഇത് നാദർഷയുടെ ക്യാറ്റിന് എന്താണ് കൊമ്പുണ്ട്? എല്ലാ ജീവനും ഒരുപോലെയല്ലേ. സെഡേഷൻ കൊടുത്തത് കൊണ്ടല്ല പൂച്ച മരിച്ചതെന്ന് പെറ്റ് ഹോസ്പിറ്റൽ ഉടമ ഡോക്ടർ അനീഷ് വ്യക്തമാക്കി. ഒരു സാഹചര്യമാണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്. നമ്മൾ എല്ലാ കെയർ എടുത്തും ഒക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ചില സാഹചര്യത്തിൽ ഇങ്ങനെ സംഭവിച്ചു പോകും. ഓണേഴ്സിനെ സംബന്ധിച്ചും ഫാമിലിയെ സംബന്ധിച്ചും ഒരു വലിയ നഷ്ടവും വളരെ വിഷമമുള്ള കാര്യമാണ്. പക്ഷേ മെഡിക്കലി ഉള്ള ചില ആന്തരികമായിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ സംഭവിക്കും ഇതായിട്ടുള്ള. അപ്പം നമ്മൾ ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷനും എല്ലാ ഇതുമായിട്ടും കൺസെന്റ് എല്ലാം ഒപ്പിട്ട് അവരുടെ സമ്മതത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. എന്നാലും ഇനി ബാക്കിയുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷൻസുമായിട്ടും ഹോസ്പിറ്റലിൽ സഹകരിക്കുന്നതായിരിക്കും. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. നവമി, ഇതിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ഈ ഹോസ്പിറ്റൽ അധികൃതരുടെ വിശദീകരണമാണ്. അത് നാദിർ ഷായെ സംബന്ധിച്ചിടത്തോളം തൃപ്തികരമായ ഒന്നാണോ? രഞ്ജിത്ത്, ഈ ഡോക്ടർ നൽകുന്ന വിശദീകരണ പ്രകാരം ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ്. മറ്റൊന്ന്, ഇത് നിർബന്ധപൂർവമല്ല ഈ പെറ്റിനെ ഗ്രൂം ചെയ്യാൻ തീരുമാനിച്ചത്. അത് സാധാരണ സെഡേഷൻ കൊടുക്കുന്നതിന് മുൻപ് പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. മുടി ചെറുതായി വെട്ടുക, നഖം മുറിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു. അപ്പോഴാണ് ഈ നാദിർ ഷായുടെ മകളും ഭാര്യയും പറഞ്ഞത് ഇതിവിടെ ചെയ്യേണ്ട, നേരത്തെ അവര് കൊണ്ടുവരുന്ന അവർ സ്ഥിരം ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ ചെയ്താൽ മതിയെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ തന്നെ, സാധാരണ സെഡേഷൻ നൽകുന്നത് ഡോക്ടറാണ്, ആ ഡോക്ടർ തന്നെയാണ് ഇവിടെയും ആ സെഡേഷൻ നൽകിയത്. സെഡേഷൻ നൽകി കുറച്ച് സമയം അതൊരു മയങ്ങി അതിന്റെ കുറച്ചൊരു സമയം അതിനൊന്ന് നിരീക്ഷിക്കേണ്ട സാഹചര്യമുണ്ട്. ആ നിരീക്ഷണ വേളയിൽ തന്നെയാണ് പെട്ടെന്ന് ഈ പൂച്ചയ്ക്ക് അറ്റാക്ക് വന്ന് അത് മരിച്ചു പോയതെന്നാണ് ഡോക്ടർ വ്യക്തമാക്കുന്നത്. അല്ലാതെ മറ്റ് കൈ അബദ്ധങ്ങളോ അല്ലെങ്കിൽ ഈ സെഡേഷൻ നൽകിയത് കൊണ്ടാണ് ഈ പൂച്ച മരിച്ചതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ്. ഏത് രീതിയിലുള്ള പരിശോധനയും നടക്കട്ടെ എന്ന് തന്നെയാണ് ഡോക്ടർ വ്യക്തമാക്കുന്നത്. നാദിർ ഷായുടെ കുടുംബത്തിലുണ്ടായ വേദനയ്ക്ക് പങ്കുചേരുന്നുണ്ട്. ഒപ്പം ഈ ബംഗാളികളും ഉണ്ടായിരുന്നു എന്ന നാദിർ ഷായുടെ പരാമർശം തെറ്റാണ്. ഇവിടെ അങ്ങനെയുള്ള സ്റ്റാഫുകൾ ആരും തന്നെ ഉണ്ടായിട്ടില്ല. ചെയ്തതെല്ലാം മലയാളികളാണ്. അതിൽ ഡോക്ടർമാരുണ്ട്. ഡോക്ടർമാരാണ് സാധാരണ സെഡേഷൻ നൽകുന്നത്. ഇവിടെയും ആ ഡോക്ടർ തന്നെയാണ് സെഡേഷൻ നൽകിയതെന്ന് കൂടിയാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമ കൂടിയായിട്ടുള്ള ഡോക്ടർ അനീഷ് ന്യൂസ് 18നോട് വ്യക്തമാക്കിയത്. എന്തായാലും ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്ന് കൂടി ഡോക്ടർ പറയുന്നുണ്ട്. നാളെ ആയിരിക്കും ഈ പൂച്ചയുടെ ഈ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഉണ്ടാകുക എന്നാണ് നാദിർ ഷാ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ തൊടുപുഴയിൽ ഒരു സിനിമ ഷൂട്ടിങ്ങിലാണ്. അത് കഴിഞ്ഞ ശേഷമായിരിക്കും പരിചയമുള്ള ഒരു ഡോക്ടറിനെ കൊണ്ടായിരിക്കും പോസ്റ്റ്മോർട്ടം ചെയ്യുക. അതിൽ മാത്രമേ ഇനി നമുക്ക് എന്താണ് മരണകാരണം എന്ന് കൃത്യമായി അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും പാലാരിവട്ടം പോലീസിനാണ് ഇപ്പോൾ നാദിർ ഷാ പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് ഇപ്പോഴും കേസ് എടുത്തിട്ടില്ല. തുടർ പരിശോധനകൾക്ക് ശേഷം കേസ് എടുക്കുമെന്നാണ് നമുക്ക് അറിയാനും കഴിയുന്നത്. ശരി, നാദിർ ഷായുടെ പരാതി നിലനിൽക്കുകയാണ്. ഹോസ്പിറ്റൽ ഉടമകൾ വിശദീകരണവുമായും എത്തിയിട്ടുണ്ട്.